So now we'll start with part 3 of module 2, methods of determining offer price. നമ്മൾ ഓൾറെഡി പ്രൈമറി മാർക്കറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. വാട്ട് വർ ദേ? പ്രൈമറി മാർക്കറ്റിന്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചു. പിന്നെ we have also studied regarding the methods of flotation of capital. അതായത് പ്രൈമറി മാർക്കറ്റിൽ എങ്ങനെയാണ് നമ്മുടെ ക്യാപിറ്റൽ റേസ് ചെയ്യുക. 5 മെത്തേഡ്സ് പഠിച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ മെത്തേഡ്സിന് എസ്പെഷ്യലി പബ്ലിക് ഇഷ്യൂവിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും എന്നുള്ളതാണ്. അത് ആ പോർഷൻ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. There are basically two methods for determining offer price. പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന 2 മെത്തേഡ്സ് ഉണ്ട്. ആൻഡ് first one is book building. The most popular one and most commonly used method of determining price is book building. അടുത്തത് fixed price. Fixed price, as the name indicates, ഒരു fixed price കമ്പനി ഡിറ്റർമിൻ ചെയ്യും. ബുക്ക് ബിൽഡിംഗിൽ പക്ഷേ അങ്ങനെയല്ല പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. So book building is nothing but it is a process that helps companies to discover the price of their security. അത് എന്തിന്റെ ബേസിലാണ് പ്രൈസ് നമ്മൾ ഡിസ്കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ on the basis of ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇപ്പൊ ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും ബേസിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന അഥവാ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 1995. സെബി അതിന്റെ ഗൈഡ് ലൈൻസ് 1995 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പം മോസ്റ്റ്ലി എല്ലാ IPOസിന്റെ കേസിലും ഇനീഷ്യൽ പബ്ലിക് ഇഷ്യൂന്റെ ഒരു പാർട്ടാണ് IPO. അപ്പൊ എല്ലാ കേസിലും IPOയുടെ കേസിൽ ഇപ്പം ബുക്ക് ബിൽഡിംഗ് മെത്തേഡിലൂടെയാണ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. A person known as book runner determines the price band by knowing the level of interest from investors. അതായത് ഒരു പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്യും, ഇന്ന പ്രൈസ് തൊട്ടിട്ട് ഇന്ന പ്രൈസ് വരെ. ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും പ്രൈസിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി വാങ്ങാമെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ബിഡിങ്ങിലൂടെ, അതായത് ലേലം വിളിച്ച്, ഇതൊക്കെ പ്രോസസ്സ് എല്ലാം പണ്ട് നമ്മൾ ഡയറക്റ്റ്ലി ആയിരുന്നു ചെയ്യുന്നത്. ഇപ്പം എല്ലാം നമ്മൾ ഇലക്ട്രോണിക്കലിയാണ് ചെയ്യുന്നത്. ബിഡിങ്ങിലൂടെ പ്രൈസ് ഡിസൈഡ് ചെയ്യും. അപ്പൊ ഈ പ്രൈസ് ബാൻഡ്, ഒരു പ്രൈസ് ബാൻഡ് ഡിറ്റർമിൻ ചെയ്യും. പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 100 to 150 അല്ലെങ്കിൽ 100 to 110. ആ ഒരു എന്താ പറയുക, ഒരു ഗ്യാപ്പിനെയാണ് പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. ആ പ്രൈസ് ബാൻഡിൽ നിന്ന് 20% കൂടുകയും ചെയ്യാം, അല്ലെങ്കിൽ 20% കുറയുകയും ചെയ്യാം. എന്നാൽ ഈ പ്രൈസ് ബാൻഡിന് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അവസാനം പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. എന്തിന്റെ ബേസിലാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്? ഡിമാൻഡ് ആൻഡ് സപ്ലൈന്റെ ബേസിലാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. സോ ദ സ്റ്റെപ്സ് ഓഫ് ബുക്ക് ബിൽഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ, ഒരു ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ അല്ലെങ്കിൽ അണ്ടർ റൈറ്ററെ എന്ത് ചെയ്യും? കമ്പനി അപ്പോയിന്റ് ചെയ്യും. ഇതെല്ലാം കമ്പനി ഇപ്പം ഒറ്റയടിക്ക് കമ്പനി തന്നെ ചെയ്യില്ല, അത് ഔട്ട്സോഴ്സ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറെയോ അണ്ടർ റൈറ്ററെയോ ഏൽപ്പിക്കും. ആൻഡ് ദ അണ്ടർ റൈറ്റർ ഓർ ദ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ഡിറ്റർമിൻസ് ദ ക്യാപിറ്റൽ ആൻഡ് പ്രൈസ് ബാൻഡ്. ഇതൊക്കെ ക്യാപിറ്റൽ നോക്കും. ക്യാപിറ്റലിന്റെ അടിസ്ഥാനത്തിൽ പ്രൈസ് ബാൻഡ്, എത്ര ക്യാപിറ്റലാണ് റേസ് ചെയ്യേണ്ടത് തീരുമാനിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 100 to 110 ആണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്യുന്നത് വിചാരിച്ചോ. ഇതിൽ ലോവർ പ്രൈസ് ഇസ് കോൾഡ്, അതായത് 110 പ്രൈസിനെ നമ്മൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, 100 എന്നുള്ള പ്രൈസിനെ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഫ്ലോർ പ്രൈസ് എന്നാണ് പറയുന്നത്, ഏറ്റവും താഴെയുള്ള പ്രൈസ്. നേരെ മറിച്ച് മേലെയുള്ള ഹയസ്റ്റ് പ്രൈസ് നമ്മൾ വിളിക്കുന്ന പേരാണ് സീലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ദ ഫൈനൽ പ്രൈസ് ഇസ് കോൾഡ് കട്ട് ഓഫ്. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും മിക്കവാറും ഫൈനൽ പ്രൈസ് വരുന്നത്. അപ്പം ഒരു പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്യും. ആൻഡ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? ബിഡ്സ് കളക്ട് ചെയ്യും. അതായത് ആൾക്കാർ എത്ര പ്രൈസിനാണോ ഷെയർ വാങ്ങാൻ വില്ലിങ് ആയിട്ടുള്ളത് അവരുടെ അടുത്ത് ആപ്ലിക്കേഷൻസ് വാങ്ങിക്കും. പിന്നെ പ്രൈസ് ഡിസ്കവർ ചെയ്യും. ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും ബേസിൽ ഫൈനൽ കട്ട് ഓഫ് പ്രൈസ് ഡിസൈഡ് ചെയ്യും. ആൻഡ് publicizing is the fourth process. Publicizing means companies needs to disclose the details of bid request. എല്ലാ കാര്യങ്ങളും പബ്ലിക്കിന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കും. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് സെറ്റിൽമെന്റ്. അപ്പോൾ ഇത്രയും പ്രോസസ്സിലൂടെയാണ് എന്ത് നടക്കുന്നത്? ബുക്ക് ബിൽഡിംഗ് എന്നുള്ള കാര്യം നടക്കുന്നത്. ദിസ് ഇസ് ദ എക്സാമ്പിൾ ഓഫ് LIC IPO, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത സമയത്ത് IPO വഴിയായിരുന്നു അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. IPO ഒരു ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഓപ്പണിംഗ് ഡേറ്റ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ വേണം നമുക്ക് ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 4th May തൊട്ടിട്ട് 9th May വരെ, 4th May ഓപ്പണിംഗ് ഡേറ്റും 9th May ക്ലോസിംഗ് ഡേറ്റുമാണ്. ഇതിൻ്റെ ഇടയിൽ
നമുക്കത് വാങ്ങാം. എത്ര രൂപയാണ് പ്രൈസ് ബാൻഡ് ഇവിടെ വരുന്നത്? 902 to 949. ഇവിടെ 902 ആണ് എന്ത് വരുന്നത്? ഫ്ലോർ പ്രൈസ് ആയിട്ട് വരുന്നത്. 949 ആണ് എന്ത് പറയുന്നത്? സീലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. ലോട്ടായിട്ടാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്. 15 shares per lot. ഇവരുടെ ഇഷ്യൂ സൈസ് ഇത്രയാണ് ഇഷ്യൂ സൈസ് ആയിട്ട് വരുന്നത്. എംപ്ലോയീസിന് ഇത്ര ഡിസ്കൗണ്ടിൽ കൊടുക്കും, റീറ്റെയിൽ ആൾക്കാർക്ക് ഇത്ര ഡിസ്കൗണ്ടിൽ കൊടുക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു IPOയുടെ എക്സാമ്പിളാണ്. ഇപ്പോൾ ബുക്ക് ബിൽഡിംഗ് ആയതുകൊണ്ടാണ് ഇഷ്യൂ ടൈപ്പ് ഇതാ കണ്ട, ബുക്ക് ബിൽഡാണ് ഇഷ്യൂ ടൈപ്പ്. ഏത് ഫിക്സഡ് പ്രൈസോ അല്ലെങ്കിൽ ബുക്ക് ബിൽഡിംഗ് മെത്തേഡിൽ ചെയ്യാം. ഇവർ ഫിക്സഡ് പ്രൈസിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ. ഇത് ബാക്കി ഡീറ്റെയിൽസ് ആണ് LICയുടെ. അതുപോലെ തന്നെ ഇത് നൈക്ക പ്രോഡക്ട്സ് നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. October 28, 2021 ടു November 1st, 2021 അതുപോലെ തന്നെ ബുക്ക് ബിൽഡിംഗ് ആണ് 100%. ഇവിടെ കണ്ട, ഇവിടെ 100% ബുക്ക് ബിൽഡിംഗ് അല്ല, IPO ബുക്ക് ബിൽഡിംഗ് ആണ്. കുറച്ച് ഓഫർ ഫോർ സെയിലും ഉണ്ട്, കുറച്ച് ബുക്ക് ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ 100% ബുക്ക് ബിൽഡിംഗ് ആണ്. പ്രൈസ് റേഞ്ച് 1085 to 1125. ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും പ്രൈസിൽ നമുക്ക് വാങ്ങാം. ഓക്കെ, ₹100 ഡിസ്കൗണ്ട് ആണ് എംപ്ലോയി കാറ്റഗറിയിലുള്ളത്. ഇതിന്റെ ഫേസ് വാല്യൂ ₹1, പക്ഷെ പ്രൈസ് റേഞ്ച് ഇത്രയാണ് വരുന്നത്. സോ ഇത് ഇവരുടെ കോർഡിനേറ്റേഴ്സ് അല്ലെങ്കിൽ ലീഡ് മാനേജേഴ്സ്, ബുക്ക് റണ്ണേഴ്സ് ആരാണ്? കൊട്ടക് മഹീന്ദ്രയാണ് ഇവരുടെ കൊട്ടക് മഹീന്ദ്ര മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. മോർഗൻ സ്റ്റാൻലി ഉണ്ട്, ICICI ഉണ്ട്. ഒരുപാട് പേര് ഒരുമിച്ചാണ് ബുക്ക് റണ്ണേഴ്സ് ആയിട്ട് വരുന്നത്. സ്പോൺസറിങ് ബാങ്ക് ICICI ആണ്. So this is an example of practical example of book building. ഇനി ബുക്ക് ബിൽഡിങ്ങിന്റെ വേറൊരു വേർഷൻ ആണ് പാർഷ്യൽ ബുക്ക് ബിൽഡിംഗ്. പാർഷ്യൽ ബുക്ക് ബിൽഡിംഗ് ഇപ്പോൾ ഇല്ല, ഇപ്പൊ ഇന്ത്യയിലില്ല, പക്ഷെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. സോ യു ഷുഡ് നോ വാട്ട് ഇറ്റ് ഇസ്. Partial book building is another variation of book building process. ഇവിടെ instead of inviting bids from general population, 75% of the total issue is allotted to investment bankers. ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിന് ആദ്യം അലോട്ട് ചെയ്തിട്ട് അവർ ബിഡ് ബാക്കിയുള്ളവരിൽ നിന്ന് വാങ്ങിക്കും. ആൻഡ് 25% ഓഫ് ദ ഇഷ്യൂസ് അലോട്ടഡ് ടു ജനറൽ പബ്ലിക്. അതായത് പാർഷ്യലായിട്ട് കുറച്ച് ശതമാനം മാത്രം പബ്ലിക്കിനും കുറച്ച് ശതമാനം ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിനും. എന്തിനാ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സിന് അത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ അവരായിക്കോളും, പിന്നെ അവർ അത് പബ്ലിക്കിന് വിൽക്കുക, അവർ ഏറ്റെടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തോളും. So this is called partial book building. Now partial book building is not allowed in India. Okay. Now let's see the advantages of book building. ഇൻവെസ്റ്റേഴ്സിന് പ്രൈസിലൊരു അഭിപ്രായമുണ്ട്. കാരണം ഒരു പ്രൈസ് ബാൻഡ് കൊടുക്കും, പ്രൈസ് ബാൻഡ് ബിറ്റ്വീൻ ആണ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ കാരണം പ്രൈസ് ബാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഇൻവെസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും, നല്ല പ്രൈസ് ഉള്ള ഇൻവെസ്റ്റേഴ്സിനെ. പ്രൈസിങ് റിയലിസ്റ്റിക് ആണ് ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസസ് എ പ്രൈസ് ബാൻഡ്. കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ഉണ്ട് കമ്പനീനെ സംബന്ധിച്ച്. ഒരു ക്യാപിറ്റൽ ഒരിക്കലും ലോക്കായി കിടക്കില്ല. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ക്യാപിറ്റൽ ആക്സസ് ചെയ്യാം. ക്വാളിറ്റിക്ക് അനുസരിച്ച്, ആസ് ടോൾഡ് ഏർലിയർ, ക്വാളിറ്റിക്ക് അനുസരിച്ച് ഇൻവെസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യാം. ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ സ്മോൾ ബിസിനസ്സിന് ബുദ്ധിമുട്ടാണ്, ഒരുപാട് വലിയ ബിസിനസ്സിനാണ്. യൂഷ്വലി നല്ലത് ബൂം പീരീഡിലാണ്. അപ്പം നൈക്കയുടെ ഒക്കെ കേസിൽ നൈക്കയുടെ ഷെയർ വാങ്ങിയ സമയത്ത് 1085 നല്ല ഹൈയിലായിരുന്നു നൈക്കയുടെ ഷെയർ വാങ്ങിയത്. ഇപ്പം നൈക്കയുടെ ഷെയർ നോക്കുന്ന സമയത്ത് അത് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ബൂം പീരീഡിൽ അത് വർക്ക് ചെയ്യും, ബൂം പീരീഡിൽ അല്ലാത്ത സമയത്ത് അത് വർക്ക് ചെയ്യുന്നത് വളരെ കുറവാണ്. ആൻഡ് ദിസ് ഇസ് യൂഷ്വലി suitable for strong business, and the possibility of price rigging also exists. അതായത് പ്രൈസ് കള്ളത്തരത്തിലൂടെ ഫിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രൈസ് റിഗിങ്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ബുക്ക് ബിൽഡിംഗ്. ഫിക്സഡ് പ്രൈസ് നമ്മൾ ഓൾറെഡി എന്താന്ന് പറഞ്ഞു. ഫിക്സഡ് പ്രൈസ് ഇഫ് ദ കമ്പനി ഡിറ്റർമിൻസ്, അത് ഫിക്സഡ് ആയിട്ട് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ അല്ലാതെ ഫിക്സഡ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ. അതായത് കമ്പനി നേരിട്ട് ഒരു പ്രൈസ് പറയുന്നു. ഇപ്പോൾ 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 110 രൂപയ്ക്കാണ് കമ്പനി IPOയിൽ പോകുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സഡ് പ്രൈസ് ഇഷ്യൂ എന്ന് പറയുന്നത്. കമ്പനി തന്നെ ഓൺ ഡിസൈഡ് ചെയ്തിട്ട് പോകുന്നത്. Now let's see the difference between fixed price and book building. പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഇഷ്യൂ പ്രൈസ് നേരത്തെ അറിയാം, കമ്പനി ഫിക്സ് ചെയ്യും ഒരു പ്രൈസ്. ഇവിടെ പ്രൈസ് ബാൻഡ് മാത്രമേ, പ്രൈസ് റേഞ്ച് മാത്രമേ അറിയുള്ളൂ. മീൻസ് ഡിമാൻഡ് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഡിമാൻഡ് ഇഷ്യൂ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ആൻഡ് പേയ്മെൻറ്റ് എപ്പോഴാണ്? സബ്സ്ക്രിപ്ഷൻ്റെ സമയത്ത് മാത്രമാണ് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത്.
പേയ്മെൻറ്റ് ഇവിടെ അലോക്കേഷൻ്റെ സമയത്ത്, അതായത് ഷെയർ അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത്. ഇവിടെ ഓർഡിനറി പ്രോസ്പെക്ടസ് ആണ്. ഇവിടെ IPOൻ്റെ സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന പ്രോസ്പെക്ടസിൻ്റെ പേരാണ് റെഡ് ഹയറിംഗ് പ്രോസ്പെക്ടസ്. റെഡ് ഹയറിംഗ് പ്രോസ്പെക്ടസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല, പ്രൈസ് ബാൻഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്പർ ഓഫ് ഷെയർസിൻ്റെ ഡീറ്റെയിൽസും അവിടെ ഉണ്ടാവില്ല. ഇവിടെ പ്രൈസ് ബാൻഡ് ഇല്ല, ഇവിടെ പ്രൈസ് ബാൻഡ് ഉണ്ട്. ഇത് ലെസ് ഇഫക്റ്റീവ് ആണ്, ഇത് മോർ ഇഫക്റ്റീവ് ആണ്. ആൻഡ് ഇതാണ് ഇപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ബുക്ക് ബിൽഡിംഗ്. ഫിക്സഡ് പ്രൈസ് പണ്ടത്തെ ഒരു മെത്തേഡ് ആയിരുന്നു, ഇപ്പോൾ ആൾക്കാർ ഫിക്സഡ് പ്രൈസിങ് മെത്തേഡ് ചൂസ് ചെയ്യുന്നത് കുറവാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് പ്രൈസ് ആൻഡ് book building method. So in this part we have seen the methods of determining offer price. There are two types or two methods, book building offer book building പിന്നെ fixed price method. Okay.